മഹാത്മാഗാന്ധിയെ മാതൃകാപുരുഷനായി അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിനായി കേരളത്തിലെ സ്കൂളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനൗപചാരിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഗാന്ധി ദർശൻ പഠന പരിപാടി. കേരള ഗാന്ധി സ്മാരക നിധിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് ഗാന്ധിയ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗാന്ധി ദർശൻ പഠന പരിപാടി നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് സത്യം, അഹിംസ, സേവന തൽപരത, സ്വാശ്രയശീലം എന്നീ 4 പ്രധാനപ്പെട്ട സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും അതുപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിനും അതിലുപരിയായി സംഘർഷ നിവാരണ പ്രവർത്തനങ്ങൾ അവരുടെ സ്വഭാവത്തിന് ഭാഗമാക്കി മാറ്റുന്നതിനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ഗാന്ധി ദർശൻ എന്ന പേരിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം അഖിലേന്ത്യാ തലത്തിൽ ഗാന്ധി സ്മാരക നിധിയുടെ രൂപീകരണം മുതൽ അതിനുശേഷം ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ രൂപീകരണത്തിലൂടെ നമ്മുടെ സ്കൂളുകളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് മഹാത്മാഗാന്ധിയുടെ ജീവിതവും ദർശനങ്ങളും അതിൽ കൂടി കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണ പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നതിന് വേണ്ടി ആ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ച പ്രവർത്തനമാണ് ഗാന്ധി ദർശൻ എന്ന് പറയുന്നത്. കേരളത്തിലെ ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത് കേരള ഗാന്ധി സ്മാരക നിധിയാണ്. ആദ്യ കാലഘട്ടത്തിലെല്ലാം ഗാന്ധിയെ പരിചയപ്പെടുത്തുക, ഗാന്ധിയൻ ആശയങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും സെമിനാറുകളും അങ്ങനെയുള്ള പരിപാടികളാണ് സ്കൂളുകളിൽ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് 2000 ആയപ്പോൾ 2000-ന്റെ ആ ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ ഗാന്ധി ദർശൻ പരിപാടി കുട്ടികളിലേക്ക് അവതരിപ്പിച്ച പോരാ, അതൊരു സുസംഘടിത പ്രവർത്തനമായിട്ട്, ചിട്ടയായിട്ടുള്ള പ്രവർത്തനമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു ചട്ടക്കൂടുണ്ടായി. ആ പരിപാടി സ്കൂളുകളിൽ അവതരിപ്പിക്കുന്ന സമയത്ത് അതെങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതിന് 2 ഘട്ടങ്ങളിലായിട്ട് 2 മാനദണ്ഡങ്ങൾ സ്വീകരിക്കപ്പെട്ടു. അതിലൊന്ന്, കുഞ്ഞുങ്ങളിലേക്ക് ഗാന്ധിയെയും ഗാന്ധിയൻ ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, ഗാന്ധിയൻ ആശയങ്ങളെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു പാഠപുസ്തകം കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ ആശയങ്ങളിൽ കൂടി കുട്ടികളിലേക്കുള്ള സ്വഭാവ രൂപീകരണത്തിന് ഒരു ദൃഢത, ഒരു ഉറപ്പ് നൽകുന്നതിന് ആ ഒരു പ്രവർത്തനത്തിൽ കൂടിയായി അവർ ഗാന്ധി ദർശൻ പഠന പരിപാടിയിൽ അംഗമാകുന്ന സമയം മുതൽ ഗാന്ധിജിയെയും ഗാന്ധിയൻ ആശയങ്ങളെയും ഗാന്ധിയൻ ജീവിത രീതിയെയും ഗാന്ധിയുടെ സഹപ്രവർത്തകരെയും നമ്മുടെ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരെയും അവരെ എല്ലാം ഒന്ന് പരിചയപ്പെടുത്തുന്ന പരിപാടിയായിട്ട് അത് മാറിയപ്പോൾ ആശയങ്ങളിൽ കൂടിയുള്ള ഒരു പകർന്നു നൽകൽ ഗാന്ധി ദർശൻ പരിപാടി വളരെ ശക്തമായി. രണ്ടാമത്തെ തലത്തിൽ പ്രവർത്തന പരിപാടികളിൽ കൂടി, പ്രായോഗിക പ്രവർത്തനങ്ങളിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുക എന്നുള്ള പരിപാടിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള പരിശീലനം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോരോ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കി
ആ പ്രവർത്തനങ്ങളിൽ കൂടി അവരിലേക്ക് സ്വഭാവ രൂപീകരണത്തിന് ബാലപാഠങ്ങൾ പകർന്നു നൽകുന്നതിനായി ഒരു കുട്ടി സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അവർ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് അവരെ പല പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവരെ പൂന്തോട്ട നിർമ്മാണത്തിന്, സ്കൂൾ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾക്ക്, കൃഷി പരിപാടികളിലേക്ക്, പൂന്തോട്ട നിർമ്മാണത്തിലേക്ക്, ഉൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിൽ കൂടി ലോഷൻ നിർമ്മാണം, സോപ്പ് നിർമ്മാണം, അങ്ങനെ അവർക്ക് പഠിക്കാൻ സാധിക്കുന്ന, വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്ന പരിശീലന പരിപാടിയിൽ കൂടി അവരെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് അവരെ പഠിപ്പിച്ച് അവർ ചെറുപ്പകാലം തൊട്ട് റിപ്പോർട്ട് എഴുതുന്ന കുട്ടികളാക്കി അവരെ ഒന്ന് മാറ്റി ആൽബം നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്ത് ആൽബം നിർമ്മിക്കുന്നതിന് കഴിവുള്ള ആൾക്കാരാക്കി അവരെ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ സ്കൂളിലെ ഗാന്ധി ദർശനവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ സംഘാടകരാക്കി അവരെ ഒന്ന് മാറ്റി ഗാന്ധിയൻ ആശയങ്ങൾ വാർത്താ ബോർഡുകളിൽ എഴുതുന്നവരാക്കി അവരെ ഒന്ന് മാറ്റി അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിലും സമഗ്രമായിട്ടുള്ള ഒരു പരിശീലനം നൽകുന്ന പരിപാടിയാക്കി ഗാന്ധി ദർശനെ രൂപാന്തരപ്പെടുത്തുക വഴി ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സ്വഭാവ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ബാലപാഠങ്ങളും ആശയങ്ങളിൽ കൂടി അതുപോലെ തന്നെ പ്രവൃത്തിയിൽ കൂടി പഠിച്ചു വരുന്ന കുട്ടികളാക്കി അവരെ മാറ്റുന്നത് കൂടി അവരെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന, വീടുകൾക്ക് പ്രയോജനപ്പെടുന്ന, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഭാവി തലമുറയുടെ ശക്തരായ നേതാക്കന്മാരായിട്ട് അവരെ മാറ്റുക എന്നുള്ള പ്രവർത്തനമാണ് ഗാന്ധി ദർശൻ പരിപാടിയിൽ കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളുകളിലേക്ക്, അധ്യാപകരിലേക്ക്, കുട്ടികളിൽ നിന്ന് അവരുടെ വീടുകളിലേക്ക്, സമൂഹത്തിലേക്ക് ഒരു വലിയൊരു മാറ്റത്തിനുള്ള പടയാളികളായിട്ടാണ് ഗാന്ധി ദർശൻ പഠന പരിപാടി കൂടി പരിശീലനം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പം ആ വളർന്നു വരുന്ന കുട്ടികളെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന കുട്ടികളാക്കി നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ആ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ശക്തിയും ഊർജവും നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കേണ്ട രീതിയിൽ നാളിതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വഭാവം പകർന്നു കൊടുക്കുന്ന, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ആൾക്കാരാക്കി മാറ്റിയെടുക്കുന്ന, അവരെ നല്ല സംഘാടകരാക്കി മാറ്റിയെടുക്കുന്ന, അവരെ നല്ല വ്യക്തിത്വ വികസനത്തിൻ്റെ ആൾക്കാരാക്കി മാറ്റിയെടുക്കുന്ന, സത്യത്തിൽ നിന്ന്, അഹിംസയിൽ നിന്ന്, അതിൻ്റെ ബാലപാഠങ്ങളിൽ കൂടി അവരെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു പ്രവർത്തനം ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം എത്രയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഒരു പ്രവർത്തനമാണ് ഗാന്ധി ദർശൻ പഠന പരിപാടിയിൽ കൂടി നമ്മൾ നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും സുസംഘടിതമായ രീതിയിൽ മുഴുവൻ സ്കൂളുകളിലും ഗാന്ധി ദർശൻ പഠന പരിപാടി പ്രവർത്തിക്കുന്നു. 50,000-നും 60,000-നും ഇടയ്ക്കുള്ള കുട്ടികളാണ് ഗാന്ധി ദർശൻ പഠന പരിപാടിയിൽ പങ്കാളികളായി അതിൽ അംഗത്വം എടുത്തിരിക്കുന്നത്. 2000-ൽ പരം അധ്യാപകർ, എല്ലാ സ്കൂളിലെ പ്രഥമാധ്യാപകരും അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റു ജില്ലകളിലേക്ക് നമ്മളൊന്ന് കടന്നാൽ തൃശ്ശൂർ ജില്ലയാണ് രണ്ടാമത്തെ തലത്തിൽ ഗാന്ധി ദർശൻ പരിപാടി നന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല. ആലപ്പുഴ ജില്ല അടുത്തത്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഗാന്ധി ദർശൻ പരിപാടി നടക്കുന്നു. പക്ഷെ വേണ്ടത്ര സുസംഘടിതമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വീണ്ടും കൂടുതൽ ശക്തി പ്രാപിച്ച് കൂടുതൽ സ്കൂളുകളിലേക്ക് എത്തിക്കുന്ന സുസംഘടിതമായ പരിപാടിയായിട്ട് അതിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ സംസ്ഥാനം മുഴുവൻ ഗാന്ധി ദർശൻ പരിപാടി ഒന്ന് വളർന്നു വരുന്ന ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ സംസ്ഥാനത്തെ കുഞ്ഞുങ്ങളുടെ
ദിശാബോധം ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും ശക്തമായിട്ട് സ്വാധീനം ചെലുത്തുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറും. ഗാന്ധി ദർശൻ പഠന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കുഞ്ഞുങ്ങളിലേക്ക് ആശയത്തിൻ്റെ ഉറപ്പ് നൽകുക, ഗാന്ധിയെ പരിചയപ്പെടുത്തി, ഗാന്ധിയുടെ ജീവിതത്തെ പരിചയപ്പെടുത്തി, ഗാന്ധിയുടെ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന ആ ഒരു പ്രവർത്തനത്തിന് അടിത്തറയിടുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ഗാന്ധി ദർശൻ കുട്ടികൾക്ക് ഗാന്ധി ദർശൻ പഠന പരിപാടിക്ക് പഠിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അത്തരം ടെക്സ്റ്റ് ബുക്കുകളെല്ലാം താഴ്ന്നതലത്തിലെ ക്ലാസ്സുകളിലേക്ക് 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ഗാന്ധിജിയുടെ ജീവിതവും അതുപോലെ തന്നെ ഗാന്ധിയുടെ ആശയങ്ങളും കഥാരൂപത്തിൽ തയ്യാറാക്കി കുഞ്ഞുങ്ങളിലേക്ക് വളരെ അവർക്ക് മനസ്സിലാക്കുന്ന പക്ഷേ വളരെ എളുപ്പത്തിൽ എത്തിക്കുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈസ്കൂൾ തലത്തിലേക്ക് തയ്യാറാക്കിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ അതല്പം കൂടി ഗാന്ധിയൻ ആശയങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന, ഗാന്ധിയൻ ദർശനത്തിന് ഊന്നൽ കൊടുക്കുന്ന, എന്നാൽ കഥാരൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളാണ് ഹൈസ്കൂൾ തലത്തിലേക്ക് ഇത് സാധാരണ തയ്യാറാക്കുന്നത്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് നമ്മൾ ഗാന്ധി ദർശൻ പരിപാടി നമ്മൾ ആരംഭിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് നടപ്പിലാക്കി. 3 വർഷക്കാലം അത് നടപ്പിലാക്കിയെങ്കിലും കോവിഡിൻ്റെ സമയത്ത് നിലച്ചു പോവുകയും അതിനുശേഷം ഹയർ സെക്കൻഡറി തലത്തിലേക്ക് അത് വീണ്ടും പുനരാരംഭിക്കുന്നത് നമുക്ക് സാധിച്ചിട്ടില്ല. അത് സമീപ ഭാവിയിൽ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് കൂടി നമ്മൾ ഗാന്ധി ദർശൻ പഠന പരിപാടി സുസംഘടിതമായിട്ട് എത്തിക്കുന്നതിൽ കൂടി നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളെ പൂർണ്ണമായിട്ടും അത് സംസ്ഥാന വ്യാപകമായിട്ട് ഇല്ലാത്ത ജില്ലകളും ഗാന്ധി ദർശൻ പരിപാടി ആരംഭിക്കുന്നതിൽ കൂടി വളരെ ശക്തമായിട്ടുള്ള സ്വഭാവ രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു പ്രവർത്തനമായിട്ട് ഗാന്ധി ദർശൻ പരിപാടി മാറിക്കൊണ്ടിരിക്കുന്നു. മാറ്റുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഗാന്ധി ദർശൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഗാന്ധി ദർശൻ്റെ പ്രവർത്തനം അണിഞ്ഞു വന്നിരിക്കുന്ന അധ്യാപകർ, പ്രഥമാധ്യാപകർ, PTA-കൾ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ, അങ്ങനെ എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ആൾക്കാരെ എല്ലാവരെയും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.